കുട്ടിയുടെ ചെല്ലി. എന്നിട്ട് ആ കുട്ടിയുടെ കോഴിക്കോട് പോകുമ്പോൾ കുട്ടി ഇവിടെ പഠിച്ച കുട്ടി പ്രാർത്ഥന മാത്രമല്ല, ഖുർആൻ പാരായണം, ഖുർആൻ പറഞ്ഞതൊക്കെ ശരിക്കും വളരെ വ്യക്തമായി ഓതുകയാണ്. അങ്ങനത്തെ ഒരു കുട്ടി ഇത്രയും വയസ്സ് ചെറുപ്പത്തിൽ ആ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ ഓതണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു അനുഗ്രഹം ഈ അൽമനാർ അധ്യാപകന്മാർ ഒരു അനുഗ്രഹമാണ് ആ കുട്ടിയും ഈ കാലഘട്ടത്തിൽ കൂടി പോകുന്ന ഈ നമ്മുടെ സ്കൂളും. കാരണം എന്താ വെച്ചാൽ ഈ 3 വയസ്സായ കുട്ടിയാണ്, ചെറിയ കുട്ടി. നമ്മുടെ ഉമ്മമാരൊക്കെ പറയും, എന്തിനാണ് ആ ചെറിയ കുട്ടീനെ പാവം കാണിക്കണത്, ഈ 3 വയസ്സായല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യും, കുട്ടികളും തള്ളാരൊക്കെ സുബാനത ചൊല്ലിയാണ്ട് മൊബൈലിരിക്കും. ആ കാലഘട്ടമാണല്ലോ. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം, കുട്ടികൾക്ക് ഉറങ്ങണമെങ്കിൽ മൊബൈൽ വേണം, എല്ലാം വേണം. ആ കാലഘട്ടത്തിൽ പോകുമ്പോൾ നമ്മുടെ അൽമനാർ അതിൽ നിന്നൊരു വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ ഈ ചെറിയ കുട്ടികൾ, 3 വയസ്സായ കുട്ടികൾ സ്വന്തമായി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും സ്വന്തമായി വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുകയും സ്വന്തമായി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുകയും ഓതുന്നതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു കൺകുളിർമയാണ്. ഇപ്പം ഞാനൊക്കെ ശരിക്ക് ഇവിടെ ഇരുന്ന് സങ്കടപ്പെടുന്ന വെച്ചാൽ എനിക്കിങ്ങനത്തെ ചെറിയ കുട്ടി ഉണ്ടായില്ല, 3 വയസ്സായ കുട്ടി ഉണ്ടായില്ല, ഉണ്ടെങ്കിൽ ചേർക്കാമായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു ഫീലിംഗ് ഞാൻ നിർത്തിൻ്റെ അനിയൻ്റെ മോനോടെ ചേർത്തു. ഓരോ വർഷവും ഇതിൽ കുട്ടികൾ എണ്ണം കൂടി വരികയാണ്. കാരണം എടുത്തു പറയപ്പെടെ മജീസലായി പറഞ്ഞു, ഇവിടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണ രീതികൾ, അവരെ പഠന രീതികൾ, അവരുടെ സമയങ്ങൾ എല്ലാം മജീസലായി പറഞ്ഞു. നമ്മുടെ ഒരു സ്കൂളിൽ കുട്ടിക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, സ്പോർട്സ് ആയിക്കോട്ടെ, മറ്റുള്ള ഭൗതിക കാരണം ആയിക്കോട്ടെ, എല്ലാം ഈ മദ്രസ എന്ന് പറയാം, സ്കൂൾ എന്ന് പറയാം, മദ്രസ അല്ല സ്കൂളല്ല എന്ന് പറയാലോ, അതാണ് നമ്മുടെ അൽമനാർ സ്കൂൾ. പിന്നെ നമുക്ക് ഇവിടെ വന്ന രക്ഷിതാക്കൾക്കൊന്നും ഒരു പേടിയും വേണ്ട. കാരണം നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ നമ്മുടെ അസ്കർ സാഹിബൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാണ്. കാരണം ഈ സ്കൂൾ ഒരു മജീസറായിനെ പോലത്തെ നല്ല നല്ല മഹാവ്യക്തിത്വങ്ങളും അതുപോലെ തന്നെ PTA പ്രസിഡന്റ് നമ്മുടെ മാഷും മെയ്തീൻ മാഷൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ സ്കൂൾ എന്നും നമ്മുടെ നാടിന് എന്താ പറയുക, നാടിനൊക്കെ ഒരു ഉണർവും ഉന്മേഷവും നാടിൻ്റെ അനുഗ്രഹവുമാണ്. ഞാൻ പറഞ്ഞാൽ കൂടുതൽ ഏറിപ്പോയല്ലേ ചെയ്യുക. എനിക്കിതിനെ കുറിച്ച് എന്താ അറിയോ, മതപരമായിട്ടാണ്. ഇപ്പം ഞാനൊന്നും ശരിക്ക് 7ാം ക്ലാസ് വരെ പഠിച്ചുകൂടെ, എത്തിങ്ങനെ മദ്രസയിലേക്ക് ഞാനൊക്കെ പഠിച്ചിരുന്നത്. പക്ഷേ ആ കാലഘട്ടമൊന്നുമല്ല ഈ കാലഘട്ടം. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത അമലുകളും അതുപോലെ തന്നെ നമുക്ക് സാലിയായ മക്കളും മാത്രമാണ് നമ്മൾ മദ്രസ പഠിച്ചത്. നമ്മൾ ചെയ്ത അമലുകൾ ബാക്കിയാവും, അതുപോലെ സാലിയായ മക്കളും ബാക്കിയാവും. നമുക്ക് സാലിയായ മക്കളെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇതുപോലത്തെ മദ്രസകൾ, ഇതുപോലത്തെ സ്കൂളുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുത്ത മാതാപിതാക്കളാണ് മുന്നിലുള്ളത്. നമ്മളൊരു വലിയ വില കൊടുത്തൊരു തൈ വാങ്ങും, ഒരു 2000-3000 കൊടുത്ത് ചെറിയ തൈ മേടിച്ച് അത് മുറ്റത്തോ പറമ്പിലോ നമ്മൾ കുഴിച്ചിടും. എന്നിട്ട് അതിന് 3 മാസം അല്ലെങ്കിൽ 2 മാസം കൂടും വളമിടും, വള്ളം വാരി എന്തൊക്കെയാണ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് പല പൈസ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പല വളമിട്ട് ഇങ്ങനെ തെർത്ത് വരും. ആ തെർത്ത് വന്നൊരു 3-4 വർഷം കഴിഞ്ഞാൽ കായ്ക്കറികൾ വരും. പിന്നെ 8-10 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ അതിൻ്റെ കാലഘട്ടം ആകുമ്പോൾ, പൂടിന കാലഘട്ടം ആകുമ്പോൾ ഇങ്ങനെ കായ്കൾ വരും, പൂവിടും, അങ്ങനെ വരും. അതുപോലെയാണ് ഈ കുട്ടികൾ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ ഈ കുട്ടികളെ നമ്മളെ ഈ മതപരമായിട്ട് പഠിപ്പിച്ചാൽ അത് ഭാവിയിലേക്ക് ഇങ്ങനെ വളർന്ന് വരും. ഇപ്പോൾ മെയ്തി മാഷ് പറഞ്ഞു, 6ാം ക്ലാസ് വരുന്ന കുട്ടികളെ അവസ്ഥകൾ മാഷ അനുഭവമാണ് ഈ പറയുന്നത്. നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ വരുമ്പോൾ ചെറിയ പെൺകുട്ടിൻ്റെ മഫ്ത കെട്ടിക്കാൻ നിൽക്കുന്നു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നമ്മുടെ പെൺകുട്ടികൾ പോകുന്ന, എൻ്റെ അടക്കം കുട്ടികൾ പോകുന്ന സ്ഥിതി എന്താണ്, ഇടാത്ത കുട്ടികളുണ്ട് കേട്ടോ, ഇടുന്ന കുട്ടികളുണ്ട്. അവർ മഫ്ത ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല. കാരണം അത് അവരെ കുറ്റമല്ല, അവരെ മോശമല്ല. കാരണം അന്നൊരു ചെറിയ പ്രത്യേക കാലഘട്ടത്തിൽ ഒരു 5-6 കൊല്ലം, എൻ്റെ ഒരു അഭിപ്രായം ഒരു 5-6 കൊല്ലത്തിൽ ബാക്കിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അന്നൊന്നും നമ്മൾ മദ്രസയ്ക്ക് വലിയൊരു കാര്യമായത് കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ലോകം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന രക്ഷിതാക്കളാണ് ഇരിക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് രക്ഷിതാക്കൾ ഇനിയും നമുക്ക് വരട്ടെ. നമ്മുടെ നാടിൻ്റെയും നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെയും അല്ലെങ്കിൽ മതത്തിൻ്റെയും എല്ലാം ഒരു ഭാവിയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് നാളെയും ഇന്ന് മാത്രമല്ല നാളെ മഹ്ശറയിലും എല്ലാം ഇത് ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. അതിന് ഇതിലൂടെ ചേർത്ത എല്ലാ രക്ഷിതാക്കൾക്കും ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപികമാർക്കും ഒറ്റ വാക്കിൽ ആശംസ പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.